അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ചങ്ങനാശ്ശേരിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം സമയം ഏകദേശം 6:30 അപ്പോൾ ഇന്ന് നമുക്ക് വയനാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അവിടെ 2 ദിവസം സ്റ്റേ ഉണ്ടായിരിക്കും. കുടജാദ്രിയൊക്കെ പോയിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകത്തുള്ളൂ. ട്രെയിൻ അകത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയെല്ലാം ഓൾ സെറ്റാണ്, ലഗേജ് എല്ലാം പാക്ഡാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ കുറ്റ്യാടി ചുരം ഇറങ്ങുന്നു. ചുരം ഇറങ്ങിയിട്ട് അവിടുന്ന് റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്തിട്ട് NH കയറുക. NH 66 കാസർഗോഡ്, അവിടുന്ന് മംഗലാപുരം, ഉടുപ്പിയിൽ നിന്ന് കുന്താപുരം, മൂകാംബിക. അങ്ങനെയാണ് റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 350 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. ഏകദേശം വൈകുന്നേരം സന്ധ്യയോടുകൂടി അങ്ങ് ചെല്ലും എന്നാണ് വിചാരിക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ കയറി ഇറങ്ങി പോകണമെന്നുണ്ട്. അത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയത്തില്ല, കാരണം സമയം വളരെ കുറവാണ്. നമുക്ക് ലേറ്റായി അങ്ങ് ചെല്ലുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. സന്ധ്യ ആകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ചെല്ലാം എന്നുള്ളൊരു കണക്കൂട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നതും ഇറങ്ങുന്നതും. ഇപ്പോൾ 2ാമത്തെ ഗ്ലാസ് ചായ കേട്ടോ, നല്ല സൂപ്പർ സ്ട്രോങ് ചായ, നല്ല ചൂടുണ്ട്. അയ്യോ, അതൊക്കെ വലിയ കാര്യം കേട്ടോ. സമയം ഏകദേശം 6:30 ആകുന്നേ ഉള്ളൂ. ഞങ്ങളിവിടുന്ന് ഇറങ്ങാണ്. അല്ലേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. രാവിലത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചു, പാലപ്പൊക്കെ കഴിച്ചു. ഇത് 2ാമത്തെ ചായയാണ്. പിന്നെ ഉച്ചക്കത്തേക്കിനുള്ള ഫുഡ്, അതുപോലെ തന്നെ ഇടയ്ക്ക് കഴിക്കാനുള്ള ഇടക്കാല ആശ്വാസമായിട്ടുള്ള ഫുഡ്, ഉണ്ണിയപ്പം, മിച്ചർ, അവൽ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം പല സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ പല രീതിയിലായിരിക്കില്ല അല്ലേ. അപ്പം ഓരോ ആൾക്കാരുടെ സ്നേഹത്തെക്കുറിച്ചും ആ ഒരു വെൽക്കമിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആറരയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ 7 മണിയായി. അപ്പം ഇതാണ് നമ്മുടെ അനിലേട്ടൻ. ഇത്രയും എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും, ഫുഡ് ഉൾപ്പെടെ, അക്കോമഡേഷൻ ഉൾപ്പെടെ, ബാക്കി ലോക്കൽ സപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ എന്താ പറയുക, ഒരു ഗൈഡ് ചെയ്ത് ഇപ്പോഴും ആ ഒരു ഗൈഡൻസ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം താങ്ക്സ് ഒന്നും അങ്ങനെ ഒരു രീതിയിലൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ സ്വന്തം ആളാണ്. അപ്പം എന്നാലും ഞങ്ങൾ പോയിട്ട് തിരിച്ച് വീട് വരും. ശരി. ഓക്കെ. ഇതാണ് കണ്ണൂർ മുഴപ്പിലങ്ങാടി ബീച്ച്. അതായത് നമ്മുടെ കേരളത്തിൽ ആകെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ബീച്ചാണ് ഈ ബീച്ച്. ശരിക്കും ഇവിടെ വണ്ടി ബീച്ചിൽ കയറ്റാനായിട്ട് ചാർജസ് ഒക്കെ ഉണ്ട്. അതായത് കാറാണെങ്കിൽ 40 രൂപ, ഓട്ടോ 30 രൂപ, ബൈക്ക് 20 രൂപ, പിന്നെ മറ്റു വാഹനങ്ങൾ 70 രൂപ. ഇതാണ് അവരുടെ ചാർജ്. പക്ഷേ ഇപ്പം കോവിഡ് ആയതുകൊണ്ടായിരിക്കണം കൗണ്ടറിലൊന്നും ആളില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് കയറി പോകുന്നു. എന്നാലും
വലിയ വണ്ടികളോ കാര്യങ്ങളൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം ചെറിയ വെയിലുണ്ട്. ഇപ്പം സമയം ഏകദേശം 9:15. ഒരു 10 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ട് ഇതുവഴി നേരെ അങ്ങേയറ്റം വഴി വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം കേരളം വിടുന്നതിന് മുമ്പ് 2 സ്പോട്ടിലൂടെ കയറണമെന്നുണ്ട്. അതായത് ബേക്കൽ ഫോർട്ടും അനന്തപത്മനാഭ സ്വാമി ലേക്ക് ടെമ്പിളാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബബിയ എന്ന് പറഞ്ഞൊരു മുതല ഉള്ള ഒരു അമ്പലമാണ്. അപ്പം ഈ 2 സ്ഥലത്തൂടെ ഇനി കയറിയിട്ട് വേണം പോകാൻ. ഇനി അടുത്ത സ്ഥലത്ത് കാണാം. വെള്ളൂർ ഒരു ചെറിയൊരു കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡെന്ന് പറഞ്ഞാൽ റോഡ് ബുദ്ധിമുട്ട് കുഴപ്പമൊന്നുമില്ല, വലിയ കട്ടറോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷെ റോഡിന് വീതി എന്ന് പറഞ്ഞ സാധനമില്ല, നല്ലപോലുണ്ട്. വണ്ടി ഭയങ്കര റഷാണ്. അത് കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വണ്ടി ഓടിച്ച് വരുന്നതിന്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ ആയിട്ടുള്ള റോഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് ബേക്കൽ ഫോർട്ടിൻ്റെ പാർക്കിങ് വന്നിരിക്കുകയാണ്. ഇവിടെ നേരെ നോക്കിയാൽ കാണാം ഫോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ. അതൊക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടക്കുകയാണ്. ഈ പൊതിച്ചോറിൻ്റെ മസ്റ്റ് സാധനം അവിടെ ചമ്മന്തി ഏതൊരു മെഴുക്കുവരട്ടി ചിക്കനാണ് വെച്ചേക്കുന്നത്. കഴിച്ചിട്ട് ഇനി ചടപടേന്ന് അടുത്ത ഫോർട്ട് കയറി കാണുക, ഓടി ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകണം. കാരണം നമ്മുടെ മൂകാംബികയിൽ അവസാനം മൂകാംബികയിൽ എത്തുന്ന ആ ഭാഗത്തൊക്കെ നല്ല കാടാണെന്നാണ് പറഞ്ഞത്. അപ്പം ഒരു 6 മണിക്ക് മുമ്പെങ്കിലും നമുക്കത് ക്രോസ് ചെയ്തിട്ട് പോകേണ്ടതാണ് ഇരുട്ടുന്നതിന് മുന്നേ. അപ്പം ചടപടേന്ന് കഴിക്കട്ടെ കേട്ടോ. അയ്യ ഇതിങ്ങനെ എടുത്തു ഈ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം അല്ലേ. ചൂട് ചോറ് ഈ വാഴയിലക്കകത്ത് ഇല വാട്ടി അങ്ങോട്ട് എന്താ പറയുക ചമ്മന്തി മെഴുക്കുവരട്ടി ശകലം മെഴുക്കുവരട്ടി ഇട്ടെ അതൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി നിർബന്ധമുള്ള സാധനമാണ്. അതെ ചമ്മന്തി അതൊക്കെ മസ്റ്റാണ്. ഞാൻ റൂളൊക്കെ അമ്മയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു കേട്ടോ. ആ ടിപ്പിക്കൽ പൊതിച്ചോറ് ടേസ്റ്റ്. ചിക്കൻ ഇങ്ങനെ ഉള്ളുക, മസാലോട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഇതാണ് അന്തസ്. മലബാറിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒരു പ്രധാന സ്ഥലമാണിത്, ബേക്കൽ കോട്ട. സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് ആദ്യം ഇവിടെ. അത്ര സീനിക്കായിട്ടുള്ളൊരു സ്ഥലം.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? ഇത് ചെങ്കല്ലുകൊണ്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇത് 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവാണ് പണി കഴിപ്പിച്ചത്. നമ്മുടെ അറബിക്കടലിൻ്റെ തീരത്ത് ഒരു 35 ഏക്കറിൽ ഇതിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. 1760 ഇത് ഹൈദരാലിയുടെ കൈവശമാവുകയും പിന്നീട് 1792 ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുകയും ചെയ്തു. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ. കണ്ണ് കാണാൻ മേലാത്ത വെയിൽ, കൈയൊക്കെ അങ്ങ് പൊള്ളുക. ഞാൻ ഈ കയ്യിലേ മറ്റേ സാധനം ഇട്ടിട്ടുണ്ട്, അത് കാരണം പൊള്ളുന്നു, ഒരു രക്ഷയില്ല. നമുക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ വെയില. $20 രൂപയല്ലടാ? 20 രൂപ ഓൺലൈൻ ടിക്കറ്റ്. ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിൽ ഒരാൾക്ക് 20 രൂപ. ഓൺലൈൻ ടിക്കറ്റേ ഉള്ളൂ, കൊറോണ. ഇപ്പം കൊറോണ ആയതുകൊണ്ട് ഓൺലൈൻ ടിക്കറ്റേ ഉള്ളൂ. പേടിഎം ആണെങ്കിൽ മാത്രമേ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഗൂഗിൾ പേ ഒക്കെ ആകുമ്പോഴെങ്കിൽ അതിനകത്ത് അവർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കയറിയിട്ട് ആ പൈസ അടയ്ക്കണം. 35 ഏക്കറോളം ഇതിങ്ങനെ അങ്ങ് കിടക്കുക. ഇത് മൊത്തം കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസം തന്നെ വേണ്ടി വരും. ഇത് മൊത്തം ഒന്ന് നടന്ന് കാണണമെങ്കിൽ തന്നെ. എന്നാലും ഞങ്ങളിതൊന്ന് എന്താ പറയുക, ഓടിച്ചൊന്ന് കാണാം. കാരണം ഏകദേശം 1/2 മണിക്കൂറിനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ തന്നെ ഏകദേശം 1/2 മണിക്കൂറായി. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മെയിൻ വ്യൂ പോയിൻറ്റുകളിലൊക്കെ പോയി കുറച്ച് ഇതൊക്കെ ഒന്ന് കണ്ട് ഇറങ്ങി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സമയം ഒട്ടുമില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ പരിമിതികളും ഉണ്ട്. ഇത് ഫുള്ള് നടന്ന് കാണാനോ അല്ലെങ്കിൽ എല്ലാ സ്പോട്ടുകളും വിസിറ്റ് ചെയ്യാനോ അവളുടെ സമയം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്തുവാണ്. ശരിക്കും പറഞ്ഞാൽ ഓടാൻ പോലും സമയമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം നമുക്കിനിയും ഉദ്ദേശിക്കുന്നതിലപ്പുറം ഒരു 200 കിലോമീറ്ററോളം ഓടിച്ചെല്ലാം. അതിൻ്റെ അപ്പം ഇടയ്ക്ക് എന്നായാലും നമ്മൾ കണ്ടിന്യൂസ് ഓടിക്കുമ്പോഴത്തേക്കിന് അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മളങ്ങ് ചെല്ലത്തില്ല. അത് ശകലം പ്രശ്നമാണ്. ഇതിന് ടൈമിങ് ശരിക്കും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയിരുന്നേ പൊളിച്ചേനെ. 5:30-ക്ക് ശേഷം സൺസെറ്റ് വരെ അവർ അലോ ചെയ്യുമോ എന്നറിയില്ല. ചെയ്തിരുന്ന നന്നായിരുന്നു. മൊത്തം ജംഗലാണ് കേട്ടോ, ഫുള്ള് മൊത്തം. ഇതൊന്നും 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതിനൊന്നും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ പലഘട്ടം മലം കണ്ടില്ല. അതെ. നിങ്ങൾ മലബാർ വഴി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. മാക്സിമം ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൺസെറ്റ് കാണാൻ പറ്റുവാണെങ്കിൽ അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമായിരിക്കും ഇത്. ഞങ്ങൾ പക്ഷെ നല്ല വെയിലത്താണ് വന്നത്. തന്നെയല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഇവിടെ സമയം ചിലവഴിക്കാനായിട്ട് പറ്റിയില്ല. ഞങ്ങളുടെ സ്കെഡ്യൂൾ ഇച്ചിരി ടൈറ്റായിരുന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി കണ്ടു എന്ന് വരുത്തി, അത്രമാത്രം. എന്നായാലും ഇനി ഒരു വരവ് കൂടെ വരേണ്ടി വരും. ഈ 35 ഏക്കർ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരും.
വയനാട്ടിൽ നിന്ന് 7 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. മൂകാംബിക 7 മണിയായപ്പോൾ എത്തി. ഏകദേശം ഒരു 350 കിലോമീറ്റർ 12 മണിക്കൂർ കൊണ്ട് ഓടിയെത്തി. നമ്മൾ വയനാട്ടിൽ നിന്ന് കുറ്റ്യാടിയിൽ നിന്ന് ചുരം ഇറങ്ങി നാദാപുരം, തലശ്ശേരിയിൽ നിന്ന് NH66 കയറി. ഇവിടുത്തെ എന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒട്ടും വീതിയില്ല വഴിക്ക്. ഒരു ഹൈവേ എന്നുള്ള ആ ഒരു നമുക്കതിൽ പെടുത്താൻ പറ്റുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു. അത്രയ്ക്ക് വീതിയില്ല. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളപ്പോൾ ഉണ്ട്. 4 മണി 4:30 ആയപ്പോഴത്തേക്കും തലപ്പാടി പാസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ സെയിം NH66ൻ്റെ ലുക്കേ അങ്ങ് മാറി. 66 തന്നെ ആണോ ഇതെന്നുള്ള രീതിയിലായിപ്പോയി. അതായത് 9 മണിക്കൂർ കൊണ്ട് ഓടിയെത്തിയ ദൂരം ഈ തലപ്പാടി കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കൊണ്ട് ഓടി. ഈ കർണാടകയിൽ കയറിയിട്ട് 3 മണിക്കൂർ കൊണ്ട് ഓടിത്തെടുത്തു. ഇവിടെ എത്തി. ഇവിടെ വന്നിട്ട് ഒരു റൂം എടുത്തു. ഇപ്പം എന്താ പറയുക, അമ്പലത്തിൽ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കിന് അമ്പലം അടച്ചു. പിന്നെ അവിടെ നിന്ന് പ്രസാദകൂട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. ഇങ്ങനെ പയ്യെ റൂമിൽ വന്നിരിക്കുന്നു. നാളത്തെ എന്താ പറയുക, കുടജാദ്രിയോട്ടുള്ള ട്രക്കിങ്ങിനും കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സൊക്കെ അടുത്ത ദിവസം ഉണ്ടാവും. അതായത് നാളെ കുടജാദ്രിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലുണ്ടാവും. എല്ലാവരും മറക്കാതെ കാണാം. അപ്പം അടുത്ത ദിവസം കാണാം. ശരി എന്നാൽ, ഗുഡ് നൈറ്റ്.